Then today class we are going to discussing about runtime initialization. Okay, compile time initialization ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. What is the syntax of two-dimensional array? Data type, variable name, row size, and column size, right? Then compile time, we are initializing the value in the കമ്പൈലിംഗ് ടൈം ഇറ്റ്സെൽഫ്. കമ്പൈലിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിന്റെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൽ ടൈം എന്ന് പറയുക. ഓക്കെ, then after that today class we are going to discuss about runtime initialization. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് നമ്മൾ runtime initialization സിംഗിൾ ഡയമെൻഷനിൽ എങ്ങനെയാണ് എഴുതിയത്, വൺ ഡയമെൻഷനിൽ എങ്ങനെയാണ് എഴുതിയത്. we are declare a variable a. Then this is the variable size, right? Array size, right? So array size is 100. So എപ്പോൾ നമ്മൾ 100 values യൂസ് ചെയ്യോ, എപ്പോൾ നമ്മൾ 100 values യൂസ് ചെയ്യോ, ചെയ്യൂല, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യും, n വെച്ച് റെസ്ട്രിക്ട് ചെയ്യും. സോ n-ന്റെ വാല്യൂ വാങ്ങിക്കും. വാല്യൂ വാങ്ങിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ വെച്ച് കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടാണ് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് we are going to declare the variable first. So integer a of 100. Okay, 100 means we can store maximum നമുക്ക് എത്ര റോസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, മാക്സിമം നമുക്ക് എത്ര റോസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, we can store maximum 100 rows and 100 columns. അപ്പോൾ എല്ലാ ടൈംസും നമുക്ക് 100 rows and columns സ്റ്റോർ ചെയ്യണോ, എല്ലാ ടൈംസും നമുക്ക് 100 rows and columns സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമോ? വേണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കാം, 1000 കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് 1000 കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാ പ്രാവശ്യവും നമുക്ക് 1000 റോസ് 1000 കോളംസ് വരുമോ? മാക്സിമം 1000 ആണ്. ആ 1000 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ചോയ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇപ്പൊ ഇവിടെ 100 വെച്ചിട്ടുണ്ട്. സോ ഇൻ ദിസ് കേസ് ഐ യൂസ് ടു റോ അഗെയിൻ എന്താണ്, കോളം വാല്യൂ. ടു വാല്യൂസ്, ടു വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ റിപ്രസെന്റ് എന്താണ്, റോയിനെ റിപ്രസെന്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ വേറെ വാല്യൂസ് യൂസ് ചെയ്യാം, വേറെ നെയിംസ് യൂസ് ചെയ്യാം, അത് പ്രോബ്ലം ഇല്ല. ഞാനിവിടെ സി, അത് ആ നെയിമിന് സിമിലർ ആയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. സി റിപ്രസെന്റ് എന്താണ്, കോളം വാല്യൂ ആണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഫോർ ഫസ്റ്റ് എപ്പോഴും എന്താണ്, രണ്ട് ലൂപ്പ് വരുമ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ലൂപ്പ് എന്ത് തന്നെയാണ് റിപ്രസെന്റ് ചെയ്യാം, ഫസ്റ്റ് ലൂപ്പ് എപ്പോഴും എന്ത് തന്നെയാണ് റിപ്രസെന്റ് ചെയ്യുക, റോ ആണ് റിപ്രസെന്റ് ചെയ്യുക. സോ റോ വാല്യൂ ഇവിടെ എവിടെയാണ് ഉണ്ടാവുക, റോ വാല്യൂ ഏത് വേരിയബിളിൽ ഉണ്ടാവും, റോയിന്റെ സൈസ് ഏത് വേരിയബിളിൽ ഉണ്ടാവും, വിച്ച് വേരിയബിൾ, ആർ. നമ്മൾ റോ വാല്യൂവിന് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിൾ എന്താണ്, ആർ ആണ്. സോ ഐ ലെസ് ദാൻ ആർ, ദെൻ ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ദെൻ ഓപ്പൺ ക്ലോസ് ചെയ്യണം. ദെൻ ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് we need to set the column value, that is for I is equal to 0, I is equal to 0, sorry അല്ല j ആണ് കേട്ടോ, j is equal to 0, j less than second one is what, second one എന്തിനു വേണ്ടിയിട്ടാണ്, second one representing the, ഇതിനാണ് represent ചെയ്യുക second one, ഫസ്റ്റ് രണ്ട് ലൂപ്പ് വരും എപ്പോഴും. ഫസ്റ്റ് ലൂപ്പ് ഏതിനെ represent ചെയ്യും, ഫസ്റ്റ് ലൂപ്പ് എപ്പോഴും റോവിനെയാണ് റിപ്രസെന്റ് ചെയ്യുക. സോ ഐ സെറ്റ് ദ സൈസ് ഓഫ് ദ റോ, ദാറ്റ് ഈസ് ആർ. ഹിയർ സെക്കൻഡ് റോ എന്തിനു വേണ്ടിയിട്ടാണ്, സെക്കൻഡ് ലൂപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, ദാറ്റ് ഈസ് റിപ്രസെന്റിങ് ദ കോളം. ഓക്കെ, അപ്പൊ കോളത്തിന്റെ സൈസ് ഇവിടെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഏത് വേരിയബിളിലാണുള്ളത്, ഏത് വേരിയബിളിലാണുള്ളത്, സിയിലാണുള്ളത്, റൈറ്റ്? സോ അപ്പൊ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം, സി യൂസ്. ഓക്കെ, സി, ദെൻ ആഫ്റ്റർ ദാറ്റ് ജെ പ്ലസ് പ്ലസ്. again എന്താണ്, വാല്യൂസ് റൺ ടൈമിൽ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാല്യൂസ് ഇൻപുട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്, വിച്ച് കമാൻഡ് യൂസിങ് ഇൻപുട്ട്, വിച്ച് കമാൻഡ് യൂസ്ഡ് ഫോർ ഗിവിംഗ് എ ഇൻപുട്ട്, എന്ത് കമാൻഡ് ആണ്, വിച്ച് കമാൻഡ്, സ്കാൻഎഫ്, റൈറ്റ്? സ്കാൻഎഫ് അല്ലേ യൂസ് ചെയ്യുക നമ്മൾ, സ്കാൻഎഫ്. ഓക്കെ, സ്കാൻഎഫ്, പെർസെൻറ്റേജ് ഡി, ഒരാളുടെ മൈക്ക് ഓൺ ആണ് കേട്ടോ, മൈക്ക് ഓഫ് ചെയ്യും. പെർസെൻറ്റേജ് ഡി കമ ദെൻ ആംപർസെന്റ്, ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും, എ ഓഫ്, array name is what, a, right? So a of, then first one is row size. So row ഇവിടെ represent ചെയ്യുന്നത് ആരാണ്, I ആണ്. So a of I. Second one എന്താണ്,
അറേയിൽ സെക്കൻഡ് ഇത് എന്താണ്? ദാറ്റ്സ് എ കോളം, റൈറ്റ്? ഹിയർ കോളം റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? ജെ ആണ്. സോ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും? ജെ യൂസ് ചെയ്യും. ക്ലിയർ? Sorry. Okay. So first we need to declare the maximum size. So here I declared 100. So maximum we can store 100 rows and 100 columns. But നമുക്ക് എല്ലാ ടൈംസും നമുക്ക് അത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടി വരില്ല. So I declare two values R and C. So user എന്ത് ചെയ്യും? Give the value for R and C. So R and C വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ഓക്കെ. സോ നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം എഴുതാം. ഓക്കെ. That is the program for write a C program for to print to print sorry to read and print n cross n matrix. So n cross n matrix എന്ന് പറയുമ്പോൾ നമുക്ക് മാട്രിക്സിന്റെ സൈസ് അറിയില്ല. റോയിന്റെ സൈസും n ആണ്, കോളത്തിന്റെ സൈസും എന്താണ്. So we need to define the size of row and column of that matrix, right? So അപ്പോൾ first line എന്താണ്? So first line is as usual include studio.h, right? Include studio.h. Second line is void main. Okay, void main. Then after that, the second one is what? The integer. The matrix values are whole numbers, right? So നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? Integer a of എന്ത് സെറ്റ് ചെയ്യണം? ഞാൻ 100 കൊടുക്കുന്നുണ്ട്, നിങ്ങൾ 1000 കൊടുത്താലും കുഴപ്പമില്ല, 10,000 കൊടുത്താലും കുഴപ്പമില്ല, 10 കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ. സോ 10 കൊടുത്താലും മാക്സിമം നമുക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ? 10 rows and 10 columns ആണ് ചെയ്യാൻ പറ്റുക. So here I set that 100. Okay. Then after that, we don't know the row and column size, right? So I declare R, then I declare C. R for എന്താണ്? Row value നും C എന്തിനു വേണ്ടിയിട്ടാണ്? Column value നും. Again എന്താണ്? Another we need two more variables, right? നമുക്ക് രണ്ട് വേരിയബിൾസ് കൂടി വേണം. എന്തിനു വേണ്ടിയിട്ട്? Here we are going to use for loop. So two for loop പറഞ്ഞിട്ടുണ്ട്. So അതിന് വേണ്ടിയിട്ട് ഞാൻ I and J യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? Then after that the first print screen. So first നമ്മൾ യൂസർ അടുത്ത് ചോദിക്കണം നിങ്ങളുടെ മാട്രിക്സിന്റെ റോ ആൻഡ് കോളം സൈസ് എന്താണ്. സോ നമ്മളിവിടെ എന്ത് കൊടുക്കണം? enter the size of അല്ലെങ്കിൽ enter the value of row and column. Okay, enter the value of row and column. So നമ്മളപ്പോൾ നെക്സ്റ്റ് അപ്പോൾ റോ ആൻഡ് കോളത്തിന്റെ വാല്യൂ യൂസ് ചെയ്യും. യൂസർ ടൈപ്പ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ 2 വാല്യൂസ് ആണ് വരിക അല്ലെ? റോയിന്റെ വാല്യൂ വരും, അഗൈൻ എന്താണ്? കോളത്തിന്റെ വാല്യൂ വരും. സോ 2% യൂസ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് പറഞ്ഞത് റോയിന്റെ വാല്യൂ ആണ് അല്ലെ? ഫസ്റ്റ് യൂസർ ടൈപ്പ് ചെയ്യുന്നത് റോയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമുക്ക് റോ ആൻഡ് കോളത്തിന്റെ വാല്യൂ അറിയില്ല. സോ ആംപർസാൻഡ് ആർ യൂസ് ചെയ്യണം. ഓക്കെ. സെക്കൻഡ് ടൈപ്പ് ചെയ്യണത് എന്തിന്റെ വാല്യൂ ആണ്? സെക്കൻഡ് വി ആർ യൂസർ എന്റർ ദ കോളം വാല്യൂ, റൈറ്റ്? സോ കോളം വാല്യൂ നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്യണം? സിയിൽ സ്റ്റോർ ചെയ്യണം. സോ അപ്പൊ ഇവിടെ എന്ത് ടൈപ്പ് ചെയ്യണം? ആംപർസാൻഡ് സി. ക്ലിയർ? ഓക്കെ. വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എന്റർ ദ വാല്യൂ ഓഫ് റോ. അപ്പോൾ എഗൈൻ എന്താണ്? സ്കാൻ ഓഫ് പെർസെന്റേജ് ഡി ആംപർസാൻഡ് ആർ യൂസ് ചെയ്യാം. എഗൈൻ എന്റർ ദ വാല്യൂ ഓഫ് കോളം. എഗൈൻ എന്താണ്? സ്കാൻ ഓഫ് പെർസെന്റേജ് ഡി പെർസെന്റേജ് എന്താണ്? ആംപർസാൻഡ് സിന്ന് കൊടുക്കാം. ഇതുവരെ ക്ലിയർ ആണോ? യെസ് ആണോ നോ ആണോ? ബാക്കി ആൾക്കാരുടെ ആകർഷ് മാത്രമേ റിപ്ലൈ ചെയ്യണുള്ളൂ. ആകർഷ് അനുജിത്തും. ഇതുവരെ ക്ലിയർ ആണോ? ഈ ത്രീ ലൈൻസ് ക്ലിയർ ആണ്. എഗൈൻ എന്താണ് നമ്മൾ ഓക്കെ. നമ്മളപ്പോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രിന്റപ്പ് പറയാണ്, ഞാൻ ഒരു മെസ്സേജ് കൊടുക്കാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പ്ലീസ് എൻ്റർ ദ വാല്യൂ ഓഫ് മാട്രിക്സ്. മാട്രിക്സിന്റെ വാല്യൂസ് എൻ്റർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എഗൈൻ എന്ത് ചെയ്യണം? നമ്മൾ മാട്രിക്സിന്റെ വാല്യൂ എൻ്റർ ചെയ്യാൻ പോവാണ് യൂസർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയിന്റെ വാല്യൂ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ എന്ത് കൊടുക്കണം? I is equal to 0. നെക്സ്റ്റ് പറ. for I is equal to 0. നെക്സ്റ്റ് എന്താ കൊടുക്കേണ്ടത്? I less than. എപ്പോഴും ഫസ്റ്റ് ലൂപ്പ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും?
ഈ പ്രിന്റ് എഫ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പ്രിന്റ് എഫ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ? നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, യൂസർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ആ പ്രിന്റ് എഫ് ഇല്ലെങ്കിൽ എങ്ങനെയാ വരിക. സോ ആൻഡ് less than, then I plus plus. Okay, then after that I open close. Then here second loop is for, this one is for row, right? So നമ്മൾ റോയിന്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത്, റോയിന്റെ വാല്യൂ ഏതിലാണ് ഉണ്ടാവുക, ആറിലാണ് ഉണ്ടാവുക. നമ്മൾ ആറ് സെറ്റ് ചെയ്ത്, സെക്കൻഡ് ലൂപ്പ് ഈസ് എന്തിന് പർപ്പസിന് വേണ്ടിയിട്ടാണ്, സെക്കൻഡ് ലൂപ്പ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, കോളം പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ കോളം പർപ്പസ് നമ്മൾ ജെ ആണ് യൂസ് ചെയ്യുക. സോ ജെ ഈസ് ഈക്വൽ ടു 0, ജെ ഈസ് ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എന്ത് വരും ഇതില്, ജെ ലെസ് ദാൻ C, because we have stored column value in C. Okay, then after that എന്താണ്, J plus plus. Okay, then എന്ത് ചെയ്യണം, ഈ ഓപ്പൺ ക്ലോസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പൺ ക്ലോസ് തെറ്റായാലും പ്രോഗ്രാം റൺ ആവില്ല, ഫുൾ എറർ ആയിരിക്കും. ചിലപ്പോൾ റൺ ആവും, റൺ ആയാലും ഗാർബേജ് വാല്യൂ ഒക്കെ വന്ന് കയറും. അപ്പോൾ ഓപ്പൺ ക്ലോസ് പ്രോപ്പർ ആയിട്ട് എഴുതണം. ഓക്കെ, then after that ഇതിൽ എന്താണ് വരിക, we are going to input the value, right? So scanf എന്താണ്, പെർസെൻറ്റേജ് ഡി ഏതിലാണ് പോയി സ്റ്റോർ ആവേണ്ടത്, എവിടെ, ഏത് അറയിലാണ് നമുക്ക് സ്റ്റോർ ആവേണ്ടത്. സോ പെർസെൻറ്റേജ് ഡി ഏത് അറയിലാണ് പോയി സ്റ്റോർ ആവേണ്ടത്, എ ഓഫ് ആംപർസെന്റ്. ഇവിടെ എന്ത് കൊടുക്കണം, എ ഓഫ് റോ ഇൻഡിക്കേറ്റ് എന്താണ്, റോ ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക, ഐ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. കോളം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക, ജെ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ അപ്പൊ ഇവിടെ എന്ത് വരും, ആംപർസെന്റ് എ ഓഫ്, ഗുഡ്, എ ഓഫ് ഐ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് സെയിം ഈ ലൂപ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് എഫിനും യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ പ്രിന്റ് എഫിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്കാനഫിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും, പ്രിന്റ് എഫ് യൂസ് ചെയ്യും. ഇവിടെ ആംപർസെന്റ് വേണ്ട. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമ്മൾ പ്രിന്റ് എഫ് കൊടുക്കാം. മനസ്സിലായില്ല. ഇവിടെ മാട്രിക്സ് വിചാരിക്ക എന്താണ് ചോദിച്ചത്, മനസ്സിലായിട്ടില്ല എനിക്ക്. സാർ ഇന്ത്യയില് ഇന്ത്യയില് എ കൊടുക്കണ്ടേ, കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുത്തിട്ടുണ്ടല്ലോ ഇന്ത്യക്ക് എ ഓഫ് 100 അത് ചേർത്ത് തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, എറർ വന്നിട്ടുണ്ടോ എന്നുള്ളത്. എറർ ഇല്ല. എൻ്റർ ദ വാല്യൂ ഓഫ് റോ ആൻഡ് കോളം. സോ റോന്റെ വാല്യൂ ഞാൻ 2 കൊടുത്ത്, കോളത്തിന്റെ വാല്യൂ 3 കൊടുത്ത്. സോ എൻ്റർ ദ വാല്യൂ ഓഫ് മാട്രിക്സ്. അപ്പൊ ഞാൻ 1 എൻ്റർ, 2 എൻ്റർ, 3 എൻ്റർ, 4 5 എൻ്റർ, 6 എൻ്റർ. എൻ്റർ മാട്രിക്സ് ആണ് ഇങ്ങനെ വന്നു. അപ്പൊ മാട്രിക്സ് ഫോമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു, ഇവിടെ ഒരു /t യൂസ് ചെയ്യണം. then ഇവിടെ എന്ത് യൂസ് ചെയ്യണം, ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത് പറ, പ്രിന്റ് നെക്സ്റ്റ് ലൈനിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യണം, എന്താണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ. ഇത് ഞാൻ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തത്. ഓക്കെ, /n ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എന്തോ ഒരു സെമിക്കോളൻ ഇട്ടിട്ടില്ല. ഓക്കെ, 3 enter the value of matrix. ഓക്കെ, അപ്പൊ ഞാൻ 1 enter, 2 enter, 3 enter, 4 enter, 5 enter, 6 enter, 7 enter, 8 enter, 9 enter. അമ്മ സപ്പോസ് നമ്മൾ ഇതിൽ ഈ പ്രിന്റ് മെസ്സേജ് വച്ചില്ല എന്ന് വിചാരിക്കാം. സോ അപ്പൊ നമ്മൾ കൺഫ്യൂസിങ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ പ്രിന്റ് മെസ്സേജിനെ ഞാൻ കമാൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്ക് എന്താ പ്രശ്നം വരുന്ന അറിയോ, പ്രോഗ്രാം ഒക്കെ റൺ ആവും. പ്രോഗ്രാം റൺ ആവുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്താണ്, എവിടെയാണ് വാല്യൂ എൻറ്റർ ചെയ്യേണ്ടത്, എവിടെയാണ് വാല്യൂ, ഇപ്പൊ എൻ്റെ വാല്യൂ ഓഫ് റോ ആൻഡ് കോളം വന്നല്ലോ. അപ്പൊ ഞാൻ ഇവിടെ 2 എൻ്റെ 2 കൊടുത്ത്, എഗെയിൻ
നമുക്കറിയില്ല. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ റോ ആൻഡ് കോളം വാല്യൂ കൊടുത്തു കളഞ്ഞ ശേഷം ഞാൻ ഇവിടെ മെസ്സേജ് കൊടുത്തുകൊണ്ട് എന്ത് വന്നിട്ടുണ്ട്, എന്റർ ദ വാല്യൂ ഓഫ് മാട്രിക്സ് മാട്രിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശേഷമാണ് ഞാൻ വാല്യൂ എന്ത് ചെയ്തത്, എൻ്റർ ചെയ്തത്. കണ്ട, ഇതിപ്പോ സപ്പോസ് ഈ രണ്ട് പ്രിന്റ് എഫും കൊടുത്തില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓവർ പ്രോസസ്സ് കളഞ്ഞ ശേഷം നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാൻ? ക്ലിയർ ആണോ? ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യണോ? സ്കാനസ് എഴുത്, ഫസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് എഴുത്. എഴുതിയ ആൾക്കാർ കംപ്ലീറ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തോ. ഫാസ്റ്റ് കംപ്ലീറ്റ് ആയ? ഫാസ്റ്റ് ഫാസ്റ്റ് കംപ്ലീറ്റ് ആയ? ഇത് പിന്നെ പഠിക്കുമ്പോൾ മനസ്സിലാവില്ല. സോ നിങ്ങൾ ഇതിലൊക്കെ എന്ത് ചെയ്യണം, പ്രോഗ്രാം എഴുതുമ്പോൾ കമാൻഡ് ലൈൻ യൂസ് ചെയ്ത് എഴുതി വെച്ചോ. റോ, ഫസ്റ്റ് ലൂപ്പ് ഈസ് റോ, സെക്കൻഡ് ലൂപ്പ് ഈസ് കോളം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചോ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാവില്ല. ഇതൊക്കെ ലൈൻ ചെയ്ത് വെച്ചോ, ഈ ലൂപ്പിന്റെ കണ്ടീഷൻസ് ഒക്കെ. ഇല്ലെങ്കിൽ ചെയ്യുമ്പോൾ എഴുതുമ്പോൾ എളുപ്പം പോലെ തോന്നും, പക്ഷെ നിങ്ങൾ ബിഗിനേഴ്സ് ആണ്. ബിഗിനേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ ഫ്യൂച്ചറിൽ ഇതെന്തോ വരും, എക്സാമിന് പഠിക്കുമ്പോഴൊക്കെ കൺഫ്യൂസ് ആക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ ആർ വെച്ചത്, ഇതിൽ എന്തിനാണ് സ്ലാഷ് എന്ന് വെച്ചതിനൊക്കെ. ഫാസ്റ്റ് കംപ്ലീറ്റഡ് ആണോ? കംപ്ലീറ്റ് ആയ ആൾക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ്. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രം ഞാൻ പറഞ്ഞിട്ട് പോവാം കേട്ടോ. ജസ്റ്റ് ഓക്കെ. ഇനിഷ്യലി പ്രോഗ്രാം എന്തായിരിക്കും, റൺ ആവും. സോ അപ്പൊ ഇവിടെ പ്രോഗ്രാം വരാം അല്ലെ. സോ അപ്പൊ ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആവും. സോ എ ഓഫ് 100 ആർ ആർ വന്നിട്ടുണ്ടാവും, ആർ ജനറേറ്റ് ആവും, then സി ജനറേറ്റ് ആവും. ഓക്കെ, then after that enter the value of row and column. I set r is equal to 2, then c is equal to 2. സോ അപ്പൊ എത്രയാണ്, എങ്ങനെയാണ് ഫോം ആവുക, എങ്ങനെ റോന്റെ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് റോ, റോ വാല്യൂ ഈസ് 2, row value is 2, then column value is also 2, right? Because r and c is 2. Okay, സോ അപ്പൊ ഇത് എന്ത് ചെയ്യും, മെമ്മറി ജനറേറ്റ് ചെയ്യും. സോ മെമ്മറി എന്ന് പറയുന്നത് 2x2 മെമ്മറി ആയിരിക്കും. ഓക്കെ, അവിടെ 100 മെമ്മറീസ് ഉണ്ടാവും. അതിൽ എന്താണ് 2x2 വാല്യൂസ് മാത്രമാണ് ഫിൽ ആവും. ഓക്കെ, സോ 2x2 വാല്യൂസ് ഫിൽ ആവും. സോ ഫസ്റ്റ് വൺ ഈസ് അഡ്രസ് ഇസ് വാട്ട്, a of 0 0, right? a of 0, a of 0 0, right? The second one is a of, what is the address for this a of 0, first column, right? So a of 0 1. Then here a of എന്തായിരിക്കും അഡ്രസ്, first, what is the address for this a of, എന്താണ് അഡ്രസ്, a of, good, a of 1, a of 1 0. ഇതിന്റെ അഡ്രസ് എന്തായിരിക്കും, a of 1 1. ഓക്കെ, സോ അത്രയേ ഉള്ളൂ.
So after that, ഇവിടെ ഒരു മെസ്സേജ് പ്രിന്റ് ആവും, enter the value of matrix. Okay, then for I is equal to 0. Next, what is the value of I? I ന്റെ value എങ്ങനെ അസൈൻ ആവുന്നുണ്ട്? I is equal to 0. I is equal to 0. Then after that, check the condition. I less than R. What is the value of I? 0. Less than R. What is the value of R? R value is 2. Right? So the condition is true. Okay, then after that, so the condition is true, so they allow to enter the body of for. Okay, അപ്പോൾ ഈ ബോഡിയിലേക്ക് ഫോമിറ്റ് കൊടുക്കും. Okay, then for like വന്ന് നെക്സ്റ്റ് again ഒരു for സ്റ്റാർട്ട് ആവുന്നുണ്ട്. സോ ജെയിന്റെ വാല്യൂ എങ്ങനെ സ്റ്റാർട്ട് ആവും? ജെ വാല്യൂ ഈസ് 0, j value is 0. So check the condition, 0 less than, what is the value of c? C value is 2, right? So 2 ഇവിടെ set. Okay, then check the condition is true or false. The condition is true or false? The condition is true. അല്ലേ? അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. A22 എവിടെ A22 എടുത്തിട്ടുണ്ട്? ഇത് A of 22 അല്ല. R റോ ആൻഡ് കോളം വാല്യൂ ആണ്. റോ ആൻഡ് കോളം വാല്യൂ ആണ് സെറ്റ് ചെയ്യുക. R സ്റ്റാൻഡ്സ് ഫോർ റോ, C കോളം ആണ്. നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ ആണ് ന്യൂ റോ ആൻഡ് കോളം ആയിട്ട് സെറ്റ് ആവും. അങ്ങനെയാണ് ഇത് A22 ആയത്. സപ്പോസ് നിങ്ങൾ ആറിന്റെ വാല്യൂ 3 എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആറിന് കോളത്തിന്റെ വാല്യൂ 3 എൻറ്റർ ചെയ്താൽ ഇത് എങ്ങനെ ചേഞ്ച് ആവും? A of 3 എന്ന് ചേഞ്ച് ആവും. ഓക്കെ, ഇത് നമ്മൾ കൊടുക്കുന്നതാണ്, യൂസർ എൻറ്റർ ചെയ്യുന്നതാണ്. നിങ്ങൾ എന്താണോ എൻറ്റർ ചെയ്യുന്നത് ആ വാല്യൂ ആണ് ഇവിടെ വരിക. ആറിനും സിനും എന്ത് വാല്യൂ ആണോ നിങ്ങൾ കൊടുക്കുന്നത് ആ വാല്യൂ ആണ് ഇവിടെ വരിക. ഓക്കെ, ഡീഫാൾട്ട് ആയിട്ട് 100 ഇരിക്കും. അഗൈൻ യൂസർ സെറ്റ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ പറഞ്ഞത്. ഓക്കെ, then condition is true. So true ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഇവിടെ വരും. സോ ഇവിടെ വന്ന ശേഷം എന്ത് വരും? scanf percentage a of ij. A of ij എന്ന് പറയുമ്പോൾ what is the value of i? I value is 0 അല്ലേ? I value is 0. then j value is 0. സോ ഇങ്ങനെ ഒരു മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? A of 0 സ്റ്റോർ ആവും. then after that എന്ത് ചെയ്യും? they try to exit the loop. but ഇവിടെ എന്താണ്? ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഏതിന്റെ ക്ലോസ് ആണ്? ജെയിൻ്റെതാണ്. സോ ഇത് എന്ത് ചെയ്യും? റിട്ടേൺ ആയി ജെയിലേക്ക് പോകും. ഓക്കെ, അഗൈൻ ഇത് ഐയിലേക്ക് പോകണമെങ്കിൽ ജെ എന്താവണം? ഫാൾസ് ആവും. ഓക്കെ, നെക്സ്റ്റ് റൗണ്ടിന്റെ വാല്യൂസ് എങ്ങനെ വരും? നെക്സ്റ്റ് റൗണ്ടിന്റെ വാല്യൂസ് എങ്ങനെ വരും? ഐ ഇസ് ഈക്വൽ ടു 0 തന്നെയാണ്, ബിക്കോസ് ഐയിലേക്ക് തിരിച്ചു പോയിട്ടില്ല ഇത്. ദെൻ ജെയിന്റെ വാല്യൂ ആണ്. ഇത് എങ്ങോട്ടാണ് തിരിച്ചു പോയത്? ജെയിലേക്കാണ്. സോ ജെ values incremented, so j is equal to 1. Then check the condition, j value is 1. What is the value of c? C value is 2, right? So c is 2. So the condition is true. True ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും? again scanf percentage വരും. അപ്പോൾ അതിൽ എന്താണ്? a of ij. what is the value of i? I value is 0. I value is 0. then j value is 1. So j value is 1. Okay, that's okay. സോ അഗൈൻ എന്താണ്? നമ്മൾ കൊടുത്ത ഒരു ട്യൂൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാല്യൂ അത് അതിലേക്ക് സ്റ്റോർ ആവും. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും? അഗൈൻ അത് എക്സിറ്റ് ആവാൻ ട്രൈ ചെയ്യും. ബട്ട് ഈ ക്ലോസ് എന്തിൻ്റെതാണ്? ജെയിന്റെ ക്ലോസ് ആണ്. സോ ദ റിട്ടേൺ ബാക്ക് ടു ജെ. സോ ജെ എന്ന് പറയുമ്പോൾ സ്റ്റിൽ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു 0 ആണ്. ഐ ഈസ് ഈക്വൽ ടു 0. ജെയിന്റെ വാല്യൂ എങ്ങനെ ചെക്ക് ആവും? ജെയിന്റെ വാല്യൂ എങ്ങനെ ഇൻക്രിമെന്റ് ആവും? ജെ ഈസ് ഈക്വൽ ടു 2 ആവും. j is equal to 2 ആയതുകൊണ്ട് എന്ത് ചെയ്യും? then check the condition, 2 less than 2, 2 less than 2, right? so 2 less than 2 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്തായി? കണ്ടീഷൻ ഫാൾസ് ആയി. സോ ഫാൾസ് ആയതുകൊണ്ട് ഇതിന് കയറാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇതിന്റെ എക്സിറ്റ് ആയി എന്ത് വരും? ഈ ക്ലോസിൽ വരും. സോ ഈ ക്ലോസിൽ വരുമ്പോൾ എഗൈൻ എന്ത് ചെയ്യും? ഇത് ഏതിന്റെ ലോക്കാണ്? ഐന്റെ ലോക്കാണ്. ഐ ഫാൾസ് ആയാലും മാത്രമേ ഇതിന്റെ പുറത്ത് പോകാൻ പറ്റുള്ളൂ. സോ ഇത് റിട്ടേൺ ബാക്ക് ടു ഐയിലേക്ക് പോകും. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. സോ വാട്ട് ഇസ് ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 0. അപ്പൊ നെക്സ്റ്റ് റൗണ്ട് പോകുമ്പോൾ എങ്ങനെ വരും? ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വരും. ഐ ഇസ് ഈക്വൽ ടു 1. then എന്താണ്? ചെക്ക് ദ കണ്ടീഷൻ. സോ 1 less than, what is the value of r? R value is 2, right? so condition is true. so true ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും? അലോ ചെയ്യും അല്ലെ? അപ്പൊ അത് അലോ ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ ജെയിലേക്ക് വരും. സോ ജെയിന്റെ വാല്യൂ എങ്ങനെ ഇനിഷ്യലൈസ് ആവും? അഗെയിൻ ജെ വാല്യൂ ഇനിഷ്യലൈസ് വിത്ത് 0. then check the condition, 0 less than c. 0 less than c. what is the value of c? C value is 2. okay, then so that this condition also true. so true ആയതുകൊണ്ട് again എന്ത് ചെയ്യും? scanf വരും. scanf വരുമ്പോൾ എന്ത് ചെയ്യും? a of ij. what is the value of i?
ഐന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ജെന്റെ വാല്യൂ എത്രയാണ്? ജെന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ 1 0. ഞാൻ അപ്പോൾ എന്ത് ചെയ്യും? 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ എൻ്റർ ചെയ്താൽ 1 0 പോയി സ്റ്റോർ ആവും. സോ ഇവിടെ 3 പോയി സ്റ്റോർ. ഓക്കെ. എഗെയിൻ എന്താണ്? ജെ എഗെയിൻ എന്തിന്റെ വാല്യൂ ആണ് ഇൻക്രിമെന്റ് ആവുക? ഈ ലോക്ക് ജെയിലാണുള്ളത് അല്ലേ? അപ്പൊ ജെയിന്റെ വാല്യൂ ആണ് ഇൻക്രിമെന്റ് ആവുക. സോ എന്ത് വരും? നെക്സ്റ്റ് എങ്ങനെയാ വരിക? വാല്യൂസ് സ്റ്റിൽ ഐ ഇസ് ഈക്വൽ ടു, ഐന്റെ വാല്യൂ എന്ത് തന്നെയാണ് ഉണ്ടാവുക? ഐ ഇസ് ഈക്വൽ ടു 1. ദെൻ ജെയിന്റെ വാല്യൂ എന്ത് തന്നെയാ വരിക? ജെ ഇവിടെ എങ്ങനെയാണ് റിപ്പീറ്റ് ആയി പോകും? ജെയിലേക്കാണ് പോവുക. സോ ജോയെ വാല്യൂ എങ്ങനെ റിപ്പീറ്റ് ചേഞ്ച് ആവും? ജെ ഇസ് ഈക്വൽ ടു 1. Okay, so j is equal to 1 എന്ന് പറയുമ്പോൾ again check the condition 1 less than 2, so the condition is true. So the a of ij, so a of 1 1, a of 1, a of 1 1. Okay, a of 1 എന്ന് പറയുമ്പോൾ ഞാൻ സപ്പോസ് എന്തെങ്കിലും ഒരു വാല്യൂ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഇവിടെ പോയി സ്റ്റോർ ആവും. Okay, then after that j value is incremented, right? So this bond is for j, right? So return back to j. So the condition is j plus plus. So j in the value എങ്ങനെ change ആവും? J is equal to 2 എന്ന് change ആവും. Then check the condition. J is equal to 2 means to check the condition 2 less than 2. 2 less than 2 means the condition is false. സോ ഫാൾസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റൂല. സോ ഈ ഫോർ ലൂപ്പിൽ എന്ത് എക്സിറ്റ് ആവും. എക്സിറ്റ് ആയി ഇവിടെ വരും. അപ്പോൾ എഗെയിൻ ഐയിലേക്ക് തിരിച്ചു പോകും. സോ ഐന്റെ വാല്യൂ എന്താണുള്ളത്? 1 ആണുള്ളത്. സോ 2 ഐന്റെ വാല്യൂ ചേഞ്ച് ആവും. സോ ഐ ഇസ് ഈക്വൽ ടു 2 ചേഞ്ച് ആവും. ദെൻ ചെക്ക് ദ കണ്ടീഷൻ 2 ലെസ് ദാൻ ആർ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആർ? ആർ വാല്യൂ ഇസ് 2. സോ ദ കണ്ടീഷൻ ഈസ് ഫാൾസ്. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ഹോൾ ഫാറിനകത്ത് എൻ്റർ ആവാൻ പറ്റൂല. ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുക. ക്ലിയർ ആണോ? അതേ സെയിം പ്രൊസീജിയർ പോലെ തന്നെയാണ് ഇത് വർക്ക് ആവുക. ക്ലിയർ ആണോ? ആണോ നോങ്ങാണോ? ഓക്കെ. ആകർഷ മാത്രമാണ്. വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, സമയമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ സി പ്രോഗ്രാം. റൈറ്റ് എ സി പ്രോഗ്രാം. Write a C program. Clear ആയി നോക്ക്. Write a C program to find sum of two matrix. Sum of two matrix. ഞാൻ സിമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞു തരാൻ പോണത്. റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ടു മാട്രിക്സ്. ഓക്കെ, രണ്ട് മാട്രിക്സിന്റെ സം ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, രണ്ട് മാട്രിക്സിന്റെ സം എന്ന് പറയുമ്പോൾ നമ്മൾ അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? എ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. എഗെയിൻ ബി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. എഗെയിൻ സിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? എ പ്ലസ് ബി ചെയ്യും അല്ലെ? ആസ് യൂഷ്വൽ ഇതും സെയിം തന്നെയാണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാട്രിക്സ് ആണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാട്രിക്സ് ആണ്. ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാട്രിക്സ് ആണ്. അപ്പൊ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യും? സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാട്രിക്സിൽ എന്ത് ചെയ്യും? എ മാട്രിക്സിനെയും എഗെയിൻ എന്ത് ചെയ്യും? ബി മാട്രിക്സിനെയും ആഡ് ചെയ്യും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായ? നമ്മൾ അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ദേ ഹാവ് എ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടാവും, ബി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടാവും. സി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യും? എ പ്ലസ് ബിനെ ആഡ് ചെയ്യും. ബട്ട് ഇവിടെ നമുക്ക് എന്താണ്? മാട്രിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ മാട്രിക്സ് മീൻ ദാറ്റ്സ് എ 2 ഡൈമെൻഷണൽ അറേ. സോ എ എന്ന് പറയുന്നത് ഒരു അറേ, 2 ഡൈമെൻഷണൽ അറേ. ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 ഡൈമെൻഷണൽ അറേ. സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 ഡൈമെൻഷണൽ അറേയിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടിനെയും ആഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഞാൻ പ്രോബ്ലം കോംപ്ലക്സ് ആക്കുന്നില്ല. ഇവിടെ ഇവിടെ എന്താണ്? എല്ലാത്തിലും റോവിന്റെ കോളത്തിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ട് വന്നാലും നമ്മൾ കുറെ കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്യണം. സോ ഞാൻ അത്ര കോംപ്ലക്സ് പ്രോബ്ലത്തിലേക്ക് പോണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ എന്റെ മാട്രിക്സ് വാല്യൂവും എന്റെ റോ വാല്യൂവും ബിന്റെ റോ വാല്യൂവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എ ആൻഡ് ബി കോളം വാല്യൂസ് എ ആൻഡ് ബി and B column row and column values are same.
ഓക്കെ, അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഡിഫറെന്റ് ആയിട്ട് വെച്ചുള്ള റോ കോളം സൈസ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ കുറെ കണ്ടീഷൻസ് വെച്ച് ചെക്ക് ചെയ്യണം. ഞാൻ സോ അത്ര കോംപ്ലക്സ് ആയിട്ട് പോണില്ല. എന്റെ ബിന്റെ റോ സൈസ് കോളം സൈസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ലോജിക്. അപ്പോ സിമ്പിൾ ആണ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒന്നുകൂടി പിന്നെ എഴുതാം. ഓക്കെ, ഇതൊക്കെ ഒന്നുകൂടി എഴുതാം. ഫസ്റ്റ് 10 മിനിറ്റ്സ് ഉള്ളൂ നമുക്ക്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എത്ര അറേസ് ജനറേറ്റ് ചെയ്യണം? 2 dimensional അറേ എത്ര ജനറേറ്റ് ചെയ്യേണ്ടി വരും? Here we are going to perform sum of 2 matrix, right? അപ്പൊ എത്ര മാട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം? എത്ര അറേ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം? ഫസ്റ്റ് എത്ര അറേ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം? 2. ശ്രീരജ് 3, ആകർഷ് 2, വിഘ്നേഷ് 3, ടൈഫിൽ 3. ഓക്കെ, ഗുഡ്. 3 എന്നാൽ അഡിഷൻ ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾ. സോ അഡിഷൻ ഓഫ് 2 മാട്രിക്സ് എന്ന് പറഞ്ഞാലും 3 ആണ്. സോ അപ്പൊ ഞാൻ ഓക്കെ 100, then b of b നും 100 കൊടുത്ത്, then c നും എന്ത് ചെയ്ത് 100. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇവിടെ ലെങ്തിയാ പോണോണ്ട് ഞാൻ നെക്സ്റ്റിൽ എന്ത് ചെയ്ത് റോന്റെ വാല്യൂ കോളത്തിന്റെ വാല്യൂ. ഓക്കെ, ആർ ആൻഡ് സിയിൽ റോ കോളം വരും, ദെൻ 2 ലൂപ്പ് വരാമല്ലോ. സോ ഐ ചെയ്തു. ഇതുവരെ ക്ലിയർ ആണോ? ആർ ആൻഡ് സി ആണ് എന്ത് ചെയ്യുക? റോ ആൻഡ് കോളത്തിന്റെ വാല്യൂ ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെയാണ്. സോ ഐ ആൻഡ് ജെ എന്തിനു വേണ്ടിയിട്ടാണ്? ലൂപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഫാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് എന്താ ചെയ്യേണ്ടത്? പറ. പ്രിന്റ് എന്ത് ചോദിക്കണം? എൻ്റർ ദ വാല്യൂ ഓഫ് എന്തിന്റെ വാല്യൂ ചോദിക്കണം? എൻ്റർ ദ വാല്യൂ ഓഫ് റോ ആൻഡ് കോളം. ഓക്കെ, റോ ആൻഡ് കോളം. then again എന്താണ്? ഒരു സ്കാനഫ് ആണ്. സ്കാനഫിൽ എന്തൊക്കെ റോ ആൻഡ് കോളം വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യും? അത് ഏതിൽ സ്റ്റോർ ചെയ്തെടുക്കണം? പറ. ഏതിൽ സ്റ്റോർ ചെയ്തെടുക്കണം? ആംപർസാൻഡ്. ഫസ്റ്റ് കൊടുക്കുന്നത് റോ വാല്യൂ ആണ്, ദെൻ സെക്കൻഡ് കൊടുക്കുന്നത് എന്താണ്? കോളം വാല്യൂ ആണ്. ആർ ആൻഡ് സി. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മാട്രിക്സ് എൻ്റർ ദ ഞാൻ ഒരു ഫസ്റ്റ് ഞാൻ മാട്രിക്സ് എന്റെ വാല്യൂസ് എൻ്റർ ചെയ്യാൻ പോവാം. അപ്പൊ ഞാൻ ഇവിടെ പറയാണ് എൻ്റർ ദ വാല്യൂ ഓഫ് മാട്രിക്സ് എന്റെ വാല്യൂസ് എൻ്റർ ചെയ്തോണ്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് അപ്പൊ ഇവിടെ എന്ത് വരും? മാട്രിക്സ് എന്റെ വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഒരു ഫാർ യൂസ് ചെയ്യണം. ഫാർ i is equal to 0, then i less than റോ വാല്യൂ ഏതിലാണുള്ളത്? പറ ഫാസ്റ്റ് ആയിട്ട്. റോ വാല്യൂ ഏതിലാണുള്ളത്? ഫാസ്റ്റ് സമയമില്ല. റോ വാല്യൂ ഏതിലാണുള്ളത്? ആറിലാണുള്ളത്. ഗുഡ്. then i plus plus again open close. നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഏതിനാണ് ടൈപ്പ് ചെയ്യേണ്ടത്? കോളം വാല്യൂ ആണ് അല്ലേ? അപ്പോൾ സോ j is equal to 0, j less than എന്ത് വാല്യൂ വരും? j less than c. good. then j plus plus. ഓക്കെ, then ഇതിനകത്ത് എന്താണ് കൊടുക്കേണ്ടത്? പറ. ഇതിനകത്ത് എന്താ കൊടുക്കേണ്ടത്? വാല്യൂ മാട്രിക്സ് എ ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗിവിംഗ് ദ ഇൻപുട്ട്, റൈറ്റ്? സോ ഇൻപുട്ട് കമാൻഡ് ഈസ് വാട്ട്? scanf percentage d. then ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ആംപർസാൻഡ്. ഏതിന്റെ വാല്യൂ ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോണത്? എ ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ആംപർസാൻഡ് ഫസ്റ്റ്. ആംപർസാൻഡ് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ആംപർസാൻഡ് എന്താണ്? എ ഓഫ് ഐ, then j. a of i j. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മാട്രിക്സ് എ എൻ്റർ ചെയ്ത്, അപ്പൊ ഇതുപോലെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? എന്തിന്റെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കണം?
അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കും, അതുപോലെ തന്നെ ബിന്റെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണ് മാട്രിക്സ് ആഡ് സം ഓഫ് ടു മാട്രിക്സ് ആണ്. സോ മാട്രിക്സ് എ എൻ്റർ ചെയ്ത് കൊടുത്തു, അപ്പൊ മാട്രിക്സ് ബി എൻ്റർ ചെയ്യണ്ടേ, മാട്രിക്സ് ബി എൻ്റർ ചെയ്യണ്ടേ. അപ്പൊ മാട്രിക്സ് ബി എൻ്റർ ചെയ്യാനും സെയിം പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, സെയിം പ്രൊസീജിയർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രിന്റ് എഫിൽ എന്ത് എഴുതാം, എൻ്റർ ദ വാല്യൂ ഓഫ് മാട്രിക്സ് ബി ഐ ഇസ് ഈക്വൽ ടു 0 ആണ്. രണ്ടിന്റെ റോ കോളം വാല്യൂ സെയിം ആണ്. ദെൻ ഇവിടെ എന്ത് വരും, ആംപർസെന്റ് എന്ത് യൂസ് ചെയ്യണം, ആംപർസെന്റ് എന്താ യൂസ് ചെയ്യേണ്ടത്, ആംപർസെന്റ് ബി. അത്രേ ഉള്ളൂ. ക്ലിയർ ആയ, ക്ലിയർ ആയ. ഇനി നമ്മൾ എന്തെഴുതും, രണ്ട് വാല്യൂസും കിട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ എന്തെഴുതും, സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാം അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ എഴുതാൻ പറ്റുമോ, എഴുതാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തെഴുതണം, നമ്മൾ ഇതിനെ സമ്മ് ചെയ്യണം അല്ലെ. സമ്മ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ സെയിം ഫാർ ലൂപ്പ് തന്നെയാണ് കേട്ടാ, ഈ ഫാർ ലൂപ്പ് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തെഴുതണം, ഫാർ ഐ ഇസ് ഈക്വൽ ടു വരുമ്പോ നമ്മൾ ഇവിടെ എന്തെഴുതണം, മറ്റേത് അഡിഷൻ ആണെങ്കിൽ നമ്മൾ എന്തെഴുതും, സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ എഴുതുക, സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ എഴുതുക നമ്മൾ അഡിഷൻക്ക്. ഇത് നോർമൽ ആണോ, ഇത് അറേ അല്ലേ. അപ്പൊ ഇവിടെ എന്തെഴുതണം, സി ഓഫ് ഐ ജെ ഈക്വൽ ടു എ ഓഫ് ഐ ജെ then b of I j. ഓക്കെ, നമ്മൾ യൂഷ്വൽ ആയിട്ട് നമ്മൾ എന്തെഴുതും, സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ് എഴുതുക. ബട്ട് നമുക്ക് അങ്ങനെ ഇതിൽ എഴുതാൻ പറ്റൂല. ബിക്കോസ് എന്താണ്, എ ഓഫ് സി ഓഫ് 00 എന്ന് പറയുന്നതിൽ എന്തിന്റെയൊക്കെ നമ്മൾ ആഡ് ചെയ്യണം, എ ഓഫ് 00 ആഡ് ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം, ബി ഓഫ് 00 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തെഴുതിയത്, ഫോർ ഐ ഇസ് ഈക്വൽ ടു 0 ആണ്. സെയിം ലൂപ്പ് തന്നെയാണ് എല്ലാ സ്ഥലത്തും റിപ്ലൈ ആവുക, ഈ കണ്ടന്റ് മാത്രം ചേഞ്ച് ആവും. അപ്പൊ രണ്ട് മാട്രിക്സ് ഞാൻ സ്കാൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് അതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്ത്, സമ്മ് ചെയ്തിട്ടുണ്ട്. സമ്മ് ചെയ്ത ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഈ സമ്മ് ചെയ്ത വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അപ്പൊ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, അതിനും സെയിം ലൂപ്പ് തന്നെയാണ്. അപ്പൊ എന്താണ്, the sum is, അവിടെ നമ്മൾ സമ്മ് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ the sum of two matrices, ഇതിൽ ഞാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, the sum of two matrix is, ഓക്കെ ഇവിടെ എന്തെഴുതണം, ഇവിടെ നമ്മൾ എന്തെഴുതി കൊടുക്കണം, പ്രിന്റ്. നമ്മളുടെ സം ഏതിലാണ് ഉള്ളത്, നമ്മളുടെ സം നമ്മൾ ഫൈൻഡ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അതിന്റെ സം എവിടെയാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക, ഇതിലാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക, സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എഴുതി. ഓക്കെ, അപ്പൊ അഡിഷൻ ഓഫ് ഇതിലാണ് സ്റ്റോർ ആയിട്ടുള്ള ഉണ്ടാവുക, ഇതിലാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക, സിയിലാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക, റൈറ്റ്. സോ അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, അഡിഷൻ ഓഫ് ടു മാട്രിക്സ് ആണ്. നമ്മൾ ഇവിടെ അഡിഷൻ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ ഏതിലാണ് ഉള്ളത്, ആൻസർ ഇതിൽ ഏത് മാട്രിക്സിലാണുള്ളത്, സി മാട്രിക്സിലാണുള്ളത്. അപ്പൊ നമ്മൾ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ആരെ പ്രിന്റ് ചെയ്യണം, സിനെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൽ കുറെ ഇതുണ്ടല്ലോ, അപ്പോ സ്ലാഷ് ടി യൂസ് ചെയ്ത് പ്രിന്റ് എഫ് സ്ലാഷ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കുറച്ച് എറർ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ പ്രശ്നമുണ്ട്. സി സെയിം നെയിംസ് റിപ്പീറ്റ് ആവുന്നുണ്ട്, സെയിം നെയിം റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ സിനെ സമ്മണ് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സെയിം നെയിംസ് വരാൻ പാടില്ല കേട്ടോ, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണേ, സെയിം നെയിംസ് വരാൻ പാടില്ല. അപ്പൊ സി നമ്മൾ ആൾറെഡി കോളത്തിന് ഡിക്ലെയർ ചെയ്തോണ്ട് ഞാൻ ഇവിടെയൊക്കെ എന്ത് ചെയ്ത്, സമ്മണ് ചേഞ്ച് ചെയ്തു. ഒരു സെമിക്കോളൻ മിസ്സിംഗ്, സ്റ്റാറ്റി ലൈനിൽ ഒരു സെമിക്കോളൻ മിസ് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സെമിക്കോളൻ മിസ്സിംഗ്. എൻ്റർ ദ വാല്യൂ ഓഫ് റോ ആൻഡ് കോളം. ഞാനപ്പോൾ 2 എൻ്റർ 2 കൊടുത്ത് മാട്രിക്സ് എൻ്റർ ദ വാല്യൂ ഓഫ് മാട്രിക്സ്. അപ്പൊ ഞാൻ 1 enter 2
മാട്രിക്സ് ബി എന്ന് കൊടുത്ത് 4 2 2 3 3. ആൻസർ കറക്റ്റ് ആണോ? 1 പ്ലസ് അപ്പോൾ 1 പ്ലസ് 2 3 വന്നിട്ടുണ്ട്, 1 പ്ലസ് 2 3 വന്നിട്ടുണ്ട്, 3 പ്ലസ് 2 5. ഓക്കെ, പ്രോബ്ലം സിമ്പിൾ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് എഴുതിയെടുത്തോ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും ലാബ് അവർ. ഓക്കെ, ലാബ് അവറിൽ ഞാൻ എന്ത് ചെയ്യും, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എഴുതിയെടുത്തോ. സെയിം ലൂപ്പ് തന്നെയാണ് ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്തത്. ചെറുതായി പോയി എഴുത്. ഈ സെയിം പ്രോബ്ലം നമ്മൾ നെക്സ്റ്റ് അവർ ലാബ് അല്ലേ, ലാബ് അവറിൽ ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അതോടെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. എല്ലാ ആൾക്കാരും പഠിച്ചു വെക്കണം. നമ്മൾ മാട്രിക്സിൽ അഡിഷൻ പഠിക്കണം, പിന്നെ മാട്രിക്സ് ട്രാൻസ്പോസ് പഠിക്കണം, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം. ഓക്കെ, സെക്കൻഡ്.